മിഠായി രാഷ്ട്രീയത്തിനപ്പുറം തിരഞ്ഞെടുപ്പുകൾ ജനാധിപത്യത്തിൻ്റെ ഉത്സവങ്ങളാണ്. കേരളത്തിൽ പലപ്പോഴും തിരഞ്ഞെടുപ്പ് സമയം ഒരു ചന്തയുടെ രൂപം കൈവരിക്കാറുണ്ട്. ജാതിയും മതവും സമുദായ സമവാക്യങ്ങളും PR പണികളും സൗജന്യ സമ്മാന വിതരണങ്ങളും കൊണ്ട് ലേലം വിളി നടക്കുകയും വോട്ടർമാരെ മയക്കുകയും ചെയ്യുന്ന ഒരു ചന്ത. 5 വർഷത്തെ ഭരണം മാത്രം ലക്ഷ്യമിടുന്ന മിഠായി രാഷ്ട്രീയമാണ് അതിൻ്റെ അടിത്തറ. വീണ്ടും തിരഞ്ഞെടുപ്പ് അടുക്കുകയാണ്. ലേലം വിളികൾ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. മാതൃഭൂമിയുടെ ഇക്കഴിഞ്ഞ അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ സംസാരിക്കുന്നത് ശ്രദ്ധിച്ചു. 50 മിനിറ്റിലധികമുള്ള സംഭാഷണം സാമൂഹ്യ മാധ്യമങ്ങളിൽ ലഭ്യമാണ്. പതിവ് രാഷ്ട്രീയ ശൈലി ആ സംഭാഷണത്തിൽ കണ്ടില്ല. ജാതിമത സമുദായങ്ങളുടെ സന്തുലനം പരാമർശ വിഷയമായില്ല. ഭരണപക്ഷത്തെ കുറ്റം പറഞ്ഞും കേട്ടില്ല. അടുത്ത 25 വർഷത്തെ കേരളത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളായിരുന്നു പങ്കുവയ്ക്കപ്പെട്ടത്. ഭാവി കേരളത്തിൻ്റെ ദർശനങ്ങൾ. കേരളത്തിലെ ഇടത്തും വലത്തും മധ്യപക്ഷത്തുമുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ കേരളത്തെക്കുറിച്ചുള്ള അവരുടെ സ്വപ്നങ്ങൾ വിളിച്ചു പറയേണ്ട സമയമായിരിക്കുന്നു. അടുത്ത തിരഞ്ഞെടുപ്പിൽ എങ്ങനെ ജയിക്കാമെന്ന് ചിന്തിക്കുന്നവൻ രാഷ്ട്രീയക്കാരൻ മാത്രമാകുമ്പോൾ അടുത്ത തലമുറ എങ്ങനെ ജീവിക്കും എന്ന് ചിന്തിക്കുന്നവനാണ് സ്റ്റേറ്റ്സ്മാൻ ആകുന്നത്. തിരഞ്ഞെടുപ്പിന് അപ്പുറത്തേക്ക് കേരളത്തെപ്പറ്റി ചിന്തിക്കുന്ന രാഷ്ട്രീയ നേതാക്കളെ കുറച്ച് കാലങ്ങളായി കേരളത്തിന് പരിചയമുണ്ടോ? തിരഞ്ഞെടുപ്പ് ജയിക്കാനുള്ളത് മാത്രമല്ല എന്നും ചില ആദർശങ്ങൾക്ക് വേണ്ടി തോൽക്കാൻ കൂടി ഉള്ളതുമാണെന്നും അവർ പറയാറുണ്ടോ? 5 വർഷ രാഷ്ട്രീയ വാഗ്ദാനങ്ങൾക്കപ്പുറം മാധ്യമങ്ങൾക്കും യുവാക്കൾക്കും ചിന്തിക്കുന്ന പൊതുസമൂഹത്തിന് മുമ്പിൽ വന്ന് വിഷണറി ഡോക്യുമെന്റുകൾ അവതരിപ്പിക്കുന്ന നേതാക്കളെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളം കണി കാണട്ടെ. അവർ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയട്ടെ. 5 വർഷത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികകളല്ല, 25 വർഷത്തേക്കുള്ള ദർശനരേഖകളാണ് ഇനി കേരളത്തെ നയിക്കേണ്ടത് എന്ന് പറയുന്ന നേതാക്കളുടെ എണ്ണം വർദ്ധിക്കട്ടെ. അവരുടെ വിഷൻ അക്ഷരങ്ങളിൽ പ്രസിദ്ധം ചെയ്യട്ടെ. അങ്ങനെയുള്ളവർ വെറും രാഷ്ട്രീയക്കാരിൽ നിന്ന് രാഷ്ട്രതന്ത്രജ്ഞരിലേക്കുള്ള വളർച്ചയിലാണ്. ഒരു ദേശം നേരിടുന്ന അടിസ്ഥാന പ്രതിസന്ധികളെക്കുറിച്ചുള്ള തിരിച്ചറിവാണ് നേതാവിനെ സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുക. ഇന്ന് കേരളത്തിലെ കലാലയത്തിൽ നിന്ന് ഒരാൾ പഠിച്ചിറങ്ങി കഴിയുമ്പോൾ തന്നെ കാലഹരണപ്പെടുന്ന കാലമാണ്. അവരുടെ ആകാംക്ഷകളെ നേരിടുവാൻ നേതാക്കൾക്ക് എന്ത് പദ്ധതികളാണ് കയ്യിലുള്ളത്? വിജ്ഞാന വിസ്ഫോടനവും തൊഴിൽ മേഖലയിലെ നിരന്തര മാറ്റങ്ങളും തൊഴിൽ നഷ്ടങ്ങളും കണക്കിലെടുത്ത് നിരന്തരം നവീകരിക്കപ്പെടേണ്ട സിലബസുകളും കരിക്കുലവും എങ്ങനെ അഭിമുഖീകരിക്കപ്പെടും? പ്രവാസികൾ കേരളത്തിലേക്ക് അയക്കുന്ന പണത്തിൻ്റെ കണക്കിൽ അഭിമാനിക്കുന്നവർക്ക് അതിഥി തൊഴിലാളികൾ അവരുടെ നാട്ടിലേക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന റിവേഴ്സ് റെമിറ്റൻസ് പണം നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാക്കുന്ന പണലഭ്യതയുടെ കുറവിനെക്കുറിച്ച് എന്തു പറയാനുണ്ട്? ആ പണം എങ്ങനെ ഇവിടെ ചെലവഴിക്കപ്പെടാം? കേരളത്തിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് ഒഴുകുന്ന കേരള ബൗദ്ധിക ശേഷിയുടെ അളവ് അല്ലെങ്കിൽ യുവജനങ്ങളുടെ കൊഴിഞ്ഞുപോക്ക് തടയുന്ന ക്രിയാത്മക പദ്ധതികൾ എന്തൊക്കെയാണ്? രോഗം വന്നാൽ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം ചിലവാക്കേണ്ടി വരുന്നവരുടെ കണക്കിൽ ഇന്ത്യയിൽ 1ാമതാണ് കേരളം എന്ന തിരിച്ചറിവ് എന്തു പരിഹാര മാർഗങ്ങളിലേക്കാണ് നേതാക്കളെ കൊണ്ടുവന്ന് എത്തിക്കേണ്ടത്? ചക്ക തിന്നാൻ കാട്ടാനെത്തുമെന്ന് ഭയന്ന് സ്വന്തം വീട്ടിലെ പ്ലാവ് മുഴുവൻ വെട്ടിക്കളയുന്ന കർഷകന്റെ മനസ്സിനെ തണുപ്പിക്കുവാൻ AI നിയന്ത്രിത വന്യമൃഗ പ്രതിരോധത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതാരാണ്? കേരള തീരദേശത്തെ ഉൾപ്പെടുത്തി കോസ്റ്റൽ ഷിപ്പിംഗ് ആരംഭിക്കണമെന്ന്, റബ്ബർ തേയില മേഖലകളിലെ വീഴ്ച പരിഹരിക്കാൻ തോട്ടം മേഖലയിൽ
വിയറ്റ്നാം മാതൃകയിൽ ഫ്രൂട്ട് പ്ലാന്റേഷൻ നടത്തണമെന്ന്. അതിനുവേണ്ടി ഭൂപരിഷ്കരണ നിയമത്തിൽ മാറ്റമുണ്ടാകണമെന്ന്. ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും കൃത്യസമയത്ത് കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ അവർ നിയമപരമായി മറുപടി പറയേണ്ടി വരുന്ന സംവിധാനം, ലീഗൽ അക്കൗണ്ടബിലിറ്റി കൊണ്ടുവരണമെന്നുമെല്ലാം ഒരു നേതാവ് വിളിച്ചു പറയുമ്പോൾ അതിൽ ദർശനങ്ങളുണ്ട്. പ്രതിസന്ധികൾക്ക് സർഗാത്മകതയോടെ ഉത്തരമന്വേഷിക്കുന്ന ഒരു മനസ്സുണ്ട്. നവകേരളത്തെ സ്വപ്നം കാണുന്ന, അത് വിളിച്ചു പറയുന്ന നേതാക്കളുടെ എണ്ണം വർദ്ധിക്കട്ടെ. അതിൽ നിന്ന് ഏറ്റവും മികച്ചവരെ കേരളം തിരഞ്ഞെടുക്കട്ടെ. ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന വൈകാരിക വിഷയങ്ങൾക്കപ്പുറം നവകേരളത്തിൻ്റെ പ്രശ്നങ്ങളെ മുൻനിർത്തി കൃത്യമായ കണക്കുകളുടെയും പഠനങ്ങളുടെയും അടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന, ദർശനഭദ്രതയുള്ള രാഷ്ട്രീയ സംവാദം വളർന്നു വരുന്ന അവസരമാകട്ടെ ഓരോ തിരഞ്ഞെടുപ്പും. ഇനിയുള്ള നാളുകളിൽ ജാതിമത സമവാക്യങ്ങൾക്കും കക്ഷി രാഷ്ട്രീയ കരുനീക്കങ്ങൾക്കും പകരം കേരളത്തിൻ്റെ ഭാവി ഭദ്രതയും അതിനാവശ്യമായ ദർശനങ്ങളും സകലരും ചർച്ച ചെയ്യട്ടെ.